ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ മിസ് ഇത് പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എന്തവസ്ഥയിലാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പം ക്രിസ്മസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിച്ച് കാണും. ഇനിയിപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള പാർട്ടിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാകും അല്ലേ. ചില ആൾക്കാരാണെങ്കിൽ അയ്യോ ഞാൻ പഠിച്ചു മടുത്തല്ലോ, ഇനി എന്താവും എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പം മിസ്സിന് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നതൊരു ന്യൂ ഇയർ അല്ലേ, 2024 ആണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇയർ ആയിരിക്കും. അത് മിസ് പ്രോമിസ് ചെയ്യാണ്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എപ്പോഴും എൻ്റെ മക്കൾ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ചിലപ്പം കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും, കുറേ നേരം അല്ലേ, ഡേ ഫുള്ളൊക്കെ ചിലപ്പോൾ ഇരുന്ന് പഠിക്കുന്നുണ്ടാകും. ഇനിയിപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ഇനിയും ഒരു ടെൻഷൻ ഉണ്ടാവില്ല, എനിക്കിതിനിപ്പോൾ പറ്റുമോ അല്ലെങ്കിൽ ചെയ്ത് മടുത്തു എന്നുള്ളൊരവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ കടന്നു പോകുന്നത്. ആൻഡ് +2 മക്കളാണ് 2024 ഇത് എഴുതാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെങ്കിൽ നീറ്റിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എന്ത് ചെയ്യും അല്ലെ, എങ്ങനെ ആയിരിക്കും, ഇതെനിക്ക് ഇപ്പോൾ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പബ്ലിക് എക്സാം വരുന്നു, മോഡൽ എക്സാം വരുന്നു, പ്രാക്ടിക്കൽ എക്സാം വരുന്നു, എന്തൊക്കെ ഞാനിനി നോക്കണം എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ടെൻഷൻ അടിക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ ഇത്രയും കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇയറാണ്. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ എൻ്റെ മക്കൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അത് നിങ്ങൾക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റും ചിലപ്പം ഫുൾ സ്ട്രെസ്ഡ് ആയിരിക്കാം. നമ്മുടെ ചുറ്റും ചിലപ്പോൾ കുറേ ആൾക്കാർ നിനക്കിതുവരെ പഠിച്ച് തീർന്നില്ലേ, നീ എപ്പോഴും ഇങ്ങനെ പഠിപ്പാണല്ലോ എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ടാവും. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടാവും ഇത്രയൊക്കെ പഠിച്ചാൽ മതി, വാ നമുക്ക് എൻജോയ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോഴൊക്കെ എൻ്റെ മക്കൾ നിങ്ങൾ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളും നിങ്ങളുടെ പഠിപ്പിലൂടെ എൻജോയ് ചെയ്യുകയാണെന്ന്. കാരണം ഈ ഒരു എൻജോയ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്കുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയുക, ഇതെൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഇയറാണ്, ഇതെൻ്റെ ലൈഫിലെ ബെസ്റ്റ് എക്സാമാണ്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യത്തിനാണ്, എൻ്റെ സ്വപ്നത്തിലേക്കാണ് ഞാൻ നടന്നെടുക്കാൻ പോകുന്നത് എന്ന് നിങ്ങളെ എല്ലാ ദിവസവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ചുറ്റുപാടെന്നൊക്കെ കുറേ നെഗറ്റീവ്സും ഒക്കെ വരുമ്പോഴും നമ്മൾ സെൽഫ് ഡീമോട്ടിവേറ്റഡ് ആവുമ്പോഴും നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ ബോഡീനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ബെസ്റ്റ് തിങ് എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മളെ ചുറ്റുപാടുന്ന ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബോഡി നമ്മൾ പറയുന്നതാണ് കേൾക്കുക, നമ്മുടെ മൈൻഡ് നമ്മൾ പറയുന്നതാണ് കേൾക്കുക. അപ്പോൾ സെൽഫ് നിങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് തന്നെ നിർത്താൻ നോക്കുക. അപ്പം ഇനി വരുന്ന ഒരു പുതുവർഷം 2024 എൻ്റെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇയറാണ്. ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ നമ്മളിപ്പം ചിലപ്പോഴാണെങ്കിൽ നിങ്ങൾ 2 വർഷത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആയിരിക്കും റിസൾട്ട് തരാൻ പോകുന്ന വർഷമാണ്. ഇനിയിപ്പോൾ ഡ്രോപ്പേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ഇത്രയും വർഷത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നൊരു വർഷമാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കണം, ഇതെനിക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു വർഷമാണ്, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പം എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻഡ് ചെയ്യിക്കുക, ബെസ്റ്റ് ഇയർ, എൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടാൻ പോകുന്ന വർഷമാണ്, ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ 101% ഞാൻ കൊടുക്കും. നിങ്ങളത് കൊടുക്കുന്നുണ്ട് എന്ന് മിസ്സിന് അറിയാം. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക. കീപ്പ് വർക്കിംഗ് ഹാർഡ് മക്കളെ. ഇനി ആകെ നമുക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 4 മാസം എൻ്റെ മക്കളുടെ ലൈഫിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാസമാവട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആവട്ടെ. നിങ്ങളുടെ ഈ ഒരു നീറ്റ് എക്സാം 2024 നീറ്റ് എക്സാം ഏറ്റവും ബെസ്റ്റ് തന്നെ എൻ്റെ കുട്ടികൾക്ക് തരും. അതാണ് മിസ്സിൻ്റെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂ ഇയർ വിഷ്. അത് എല്ലാവർക്കും അതുപോലെ തന്നെ ആവട്ടെ. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, പോസിറ്റീവ് ആയിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ. ബെസ്റ്റ് ഇയറാണ് എൻ്റെ കുട്ടികൾക്ക് വരാൻ പോകുന്നത്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എല്ലാ നെഗറ്റീവ്സിനെയും മാറ്റുക, എല്ലാ സ്ട്രെസ്സിനും ഒഴിവാക്കുക. നിങ്ങളുടെ ബോഡി പോസിറ്റീവ് ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ.